ഹലോ! നമുക്കൊന്ന് ഗുരുവായൂർ വരെ പോയാലോ? അപ്പോൾ ഗുരുവായൂർ വരെ പോയി ഒരു ദിവസം അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം ഞാൻ എടുത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇപ്പോഴും ഞാൻ ആ കാര്യത്തിൽ ബെറ്റർ ആവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ രാവിലെ പുലർച്ചെ തന്നെയുള്ള ബസ്സിന് പോവാണ്. കോഴിക്കോട് നിന്ന് എടുക്കുന്ന ബസ്സിലാണ് പോയിട്ടുള്ളത്. ഞാൻ പകുതി ഉറക്കത്തിലാണ് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് 4:45 ബസ് അവിടെ നിന്ന് എടുക്കണ്ടായത്. അപ്പം കുറച്ച് നേരം ബസ്സിൽ കിടന്നുറങ്ങി. അവിടെ എത്തി. നമ്മൾ ബാസരി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് റൂം എടുത്തത്. നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള റൂമായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു ദിവസം നിന്ന് എൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് ശേഷം നമ്മൾ ഇതിനിടയിൽ കുറച്ച് ക്ലിപ്സൊക്കെ മിസ്സിങ് ആണ് കേട്ടോ. നമ്മളതിനിടയിൽ പോയ കാര്യങ്ങളൊക്കെ മിസ്സായി. ഗുരുവായൂർ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണിത്. ശേഷം പിറ്റേ ദിവസത്തെയാണ് ഇത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച്, ഞാൻ ഒറ്റയ്ക്കാണ്, കുളിച്ച് ഒരുങ്ങി ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവാണ്. റൂമൊക്കെ ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെഡി ആയത് കാണിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ ഒരു മനസ്സിൽ ഗുരുവായൂരപ്പൻ നമ്മളവിടേക്ക് വിളിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്ര തന്നെ നമ്മൾ പോകണം എന്ന് വിചാരിച്ചാലും നമ്മളവിടെ എത്താനുള്ളൊരു സമയമായാൽ തന്നെ എത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്നൊരു സാഹചര്യത്തിൽ പോയതാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തൊഴാനും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഞാനിതാ റൂമൊക്കെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ലിഫ്റ്റിലാണ്, താഴെ ഇറങ്ങി. അവിടെ നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് വളരെ അടുത്ത് തന്നെയായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് എത്തുമായിരുന്നു കേട്ടോ. രാവിലെ കുറച്ചൊരു നേരം എടുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പം നേരത്തെ നേരം പുലരുമല്ലോ, അപ്പം കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇല്ല കേട്ടോ, അതൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്ന് പുലർച്ചെയല്ല. അപ്പോൾ ഇതിൽ കുറച്ച് നടന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. അപ്പം നമുക്കറിയാം ഗുരുവായൂരപ്പനെ കാണാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നതാണ്. പലതരത്തിലുള്ള ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് ജനം പല പല ആഗ്രഹങ്ങളും പല പല വിഷമങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റുക, നമ്മുടെ പ്രാർത്ഥനകൾ അറിയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നു കേട്ടോ. കുഞ്ഞായപ്പോൾ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഗുരുവായൂർ കൊണ്ടുപോകുമായിരുന്നു. ആ ഒരു ഓർമ്മയാണ് എനിക്ക്. ദേ ഒരു അപ്പൂപ്പൻ ഒരു പ്രത്യേകതരം വേഷത്തിൽ പോകുന്നു. അപ്പം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ദേ ഗുരുവായൂർ അമ്പലനടയാണ്. അവിടെ ഇങ്ങനെ എപ്പോഴും ഓരോ സ്റ്റേജിലും പരിപാടികളുണ്ടായിരുന്നു. തലേദിവസം പോയപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ക്യൂ ആണ്. ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റിൽ പ്രസാദ കൗണ്ടറിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. 7 മണിക്ക് മറ്റോ ആയിരുന്നു കൗണ്ടർ ഓപ്പൺ ആവുക. ശേഷം ഫോണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവിടെ പോയി ഫോണൊക്കെ കൊടുത്തു. ഇത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അവിടെ നല്ല ഭംഗിയില്ലേ, നെറ്റിപ്പട്ടങ്ങൾ കുഞ്ഞത്. ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. നിറയെ കടകളുണ്ട്, ഭയങ്കര ഭംഗിയല്ലേ. അങ്ങനെ തൊഴുതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ എടുത്തതാണേ. തൊഴുത് തിരിച്ചു വന്നു. ലിഫ്റ്റിൽ കയറി കുറിയൊക്കെ തൊട്ട് റൂമിലെത്തി. കുറച്ചിങ്ങനെ നോക്കിയിരുന്നു. ഒരു സമാധാനം. പോയി കുറേ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ മനസ്സിനെന്തോ ഭയങ്കര ആശ്വാസം. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ മയിൽപ്പീലിയൊക്കെ. അപ്പം ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് കുസൃതികൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒരുപാട് അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് നേരിട്ട് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം എവിടേക്കോ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഹോട്ടലിലെ ഫുഡാണ്, നല്ല ഫുഡായിരുന്നു. അത് കഴിച്ച് റൂമിലെത്തി. ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറി, ചുരിദാറൊക്കെ ഇട്ട് ചുരിദാറിട്ടിട്ട് ഒരു തവണയും കൂടെ ഗുരുവായൂർ പോയി ജസ്റ്റ് ഒന്ന് പുറത്തൂടെയൊക്കെ ഒന്ന് തൊഴുത് അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാണ് കേട്ടോ തിരിച്ച് പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് പോരുന്നുണ്ടായിരുന്നു. 2 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് ബസ് ഉണ്ടായിരുന്നു, അതിലാണ് പോരുന്നുണ്ടേ. അപ്പോൾ അതാ മുല്ലപ്പൂ ഒക്കെ വെച്ച് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അങ്ങനെ തിരിച്ച് KSRTCയിലാണ് കേട്ടോ വന്നത്. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കയറി തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പം വൈകിട്ടൊരു 6:30 ഞങ്ങൾ തിരിച്ച് കോഴിക്കോട് എത്തി കേട്ടോ.